ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമല്ലേ? ഇപ്പോൾ സമയം 4:58. ഞാൻ കാലത്ത് എണീക്കുന്നത് 4:30-നാണ്. പക്ഷേ ഇന്ന് വളരെ ലേറ്റായിട്ടാണ് എണീറ്റത്. എനിക്കിന്ന് മോന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം, സ്കൂളിൽ പോണ സമയമാകുമ്പോഴേക്കും എല്ലാം ശരിയാക്കണം. പക്ഷേ ഞാൻ ഓൾറെഡി വോയിസ് കൊടുത്തിരുന്നു. പക്ഷെ അത് കാലത്ത് എണീറ്റ ശബ്ദമായ കാരണം ഭയങ്കര ലോ വോയിസായിരുന്നു. അതുകൊണ്ട് ഞാൻ വോയിസ് ഓവർ കൊടുക്കാം കേട്ടോ. അപ്പോൾ കാലത്ത് ഭക്ഷണം ഇന്ന് ചോറും കറിയാണ് ഉണ്ടാക്കുന്നത്. നോർമലി ഞാൻ എല്ലാ ദിവസവും കറിയും ചോറൊക്കെ അപ്പം തന്നെ ഉണ്ടാക്കിയിട്ടാണ് കൊടുക്കാറ്, അല്ലാതെ തലേന്ന് ഒന്നും ഉണ്ടാക്കി വയ്ക്കാറില്ല. അപ്പോൾ ഇപ്പോൾ 2 നാഴി അരിയാണ് എടുത്തിരിക്കുന്നത്. 2 നാഴി അരി ഞാൻ കഴുകിയതിന് ശേഷം അടുപ്പത്ത് വെക്കും. അപ്പോൾ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത്, ദുബായിലുള്ള എല്ലാവരും ടാപ്പ് വാട്ടർ തന്നെയാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഞങ്ങൾ ഫിൽറ്റർ വാട്ടറാണ് ഉപയോഗിക്കുന്നത്. വേറെ ഒന്നും കൊണ്ടല്ല, കുറച്ച് സേഫ്റ്റി ഇഷ്യൂയുടെ ഭാഗമായിട്ട് ഞങ്ങൾ അങ്ങനെ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അരി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കാലത്ത് എണീറ്റ് കഴിഞ്ഞാൽ എനിക്ക് നമ്മുടെ തൈറോയിഡിൻ്റെ മെഡിസിൻ എടുക്കണം. അപ്പോൾ ഞാൻ 100 mg ആണ് എടുക്കുന്നത്. അപ്പോൾ എന്തായാലും 2 ഗുളിക വരും. അപ്പോൾ എടുത്ത് വേഗം കഴിക്കുകയാണ്. അതിന് ശേഷം പിന്നെ അടുത്തടുത്ത പരിപാടികൾ ചെയ്യാമെന്ന് വെച്ചു. നമ്മൾ ഇത്രയും ലേറ്റായില്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് വേഗം ഉണ്ടാക്കാൻ പറ്റുന്ന കറികളാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ കുമ്പളങ്ങ കൊണ്ട് ഇന്ന് മോരുകറിയും പയറുപ്പേരിയും വെക്കാനായിട്ടാണ് വിചാരിക്കുന്നത്. മെഴുക്ക് പുരട്ടി, ഉപ്പേരി, അങ്ങനെയൊക്കെ ഏത് വേണമെങ്കിലും കണക്കാക്കാം കേട്ടോ. ഞങ്ങൾ ഉപ്പേരി എന്നാണ് പറയാറ്. അപ്പോൾ കുമ്പളങ്ങ കൊണ്ട് മോരുകറി ഉണ്ടാക്കാന്ന് വെച്ചാൽ വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യമായി, കാരണം വേഗം ഉണ്ടാക്കി കഴിയും. ഒരു 15-20 മിനിറ്റ് അത്ര വേണ്ടു. മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാനും കുറച്ച് സമയം വേണ്ടും. അപ്പോൾ അതുണ്ടാക്കുക, പിന്നെ മോനും മുട്ട വറുക്കുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവനും ഹസ്ബൻഡിനും കൊണ്ടുപോകാനുള്ള ചോറും കറികളൊക്കെ ആയി കഴിയും. അപ്പോൾ വേഗം നമ്മളതൊന്ന് അരിഞ്ഞെടുക്കാണ് കേട്ടോ. ഞാൻ മോര് കൂട്ടാൻ്റെ ഒരു സിമ്പിൾ റെസിപ്പി പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ സാധാരണ ഞാനിപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റിക്കല്ല വയ്ക്കുന്നത്. അപ്പോൾ കുറച്ച് കുമ്പളങ്ങ എടുത്ത് അരിഞ്ഞ് ഞാനത് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇട്ട് വേവിച്ച് മാറ്റി വയ്ക്കുക. അതിലേക്ക് നമ്മൾ നാളികേരം അരയ്ക്കാനായിട്ട് വേണം. അപ്പോൾ നാളികേരത്തിന് കുറച്ച് നാളികേരം, ജീരകം, പച്ചമുളക്, ഇത് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചിട്ട് ഈ വേവിച്ച കുമ്പളങ്ങയിലേക്ക് ചേർക്കുക. അതിനുശേഷം ഒന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് തൈര് എടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് ജസ്റ്റ് ഒന്ന് കലക്കിയതിന് ശേഷം, ലൂസാക്കിയതിന് ശേഷം തൈര് നമ്മൾ അതിലേക്ക് ഒഴിച്ച് കൊടുക്കണം. അത് പിന്നെ തിളപ്പിക്കാൻ പാടില്ല. അത് ഓഫാക്കിയതിന് ശേഷം നമ്മൾ കടുകും ഉലുവയും വറ്റൽമുളകും കറിവേപ്പിലും ചേർത്ത് താളിച്ച് അതിലേക്ക് ഒഴിച്ച് വെക്കുകയാണ്. താളിക്കാനായിട്ട് നമ്മൾ വെളിച്ചെണ്ണയ്ക്ക് പകരം നെയ്യ് ഉപയോഗിക്കുക. ഇതാണ് എൻ്റെ സിമ്പിളായിട്ടുള്ള എൻ്റെ മോരുകറി കേട്ടോ. അപ്പോൾ ഞാൻ പെട്ടെന്ന് മോരുകറി പറഞ്ഞു പോയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വീഡിയോ ലെങ്തി ആയിട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ അത് ബോറടിക്കേണ്ടെന്ന് ഓർത്തിട്ടാണ് ഞാൻ വേഗം പറഞ്ഞു പോയത്. അപ്പോൾ നേരത്തെ തന്നെ ദുബായിലുള്ളവരൊക്കെ ആണെങ്കിൽ നമ്മൾ നാളികേരം ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കുമല്ലോ. അപ്പോൾ ആ നാളികേരം നമ്മൾ വേഗം എടുത്ത് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ആ തണുപ്പ് ആറിക്കിട്ടും. അപ്പോൾ നമുക്ക് വേഗം അരച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എണീറ്റ ഉടനെ തന്നെ നാളികേരമൊക്കെ ആവശ്യമുള്ള സാധനങ്ങൾ വേഗം പുറത്തെടുത്ത് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ തണുപ്പാറി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതിൻ്റെ മോരുകറിയുടെ റെസിപ്പി ഞാൻ വേഗം പറഞ്ഞു പോയത് കേട്ടോ. ഇനി ഞാൻ അടുത്തത് പയറുപ്പേരിയാണ് വയ്ക്കാൻ പോകുന്നത്. പയറുപ്പേരി നമ്മൾ സാധാരണ നോർമൽ വയ്ക്കുന്ന പോലെ തന്നെ പയർ നല്ല ചെറിയൊരു ഹാഫ് വിരലിൻ്റെ അത്ര നീളത്തിൽ കട്ട് ചെയ്തതിന് ശേഷം അത് കഴുകി വെക്കുക. എന്നിട്ട് നമ്മൾ ചീനച്ചട്ടി വെച്ചിട്ട് ചീനച്ചട്ടിയുടെ ഉള്ളിൽ നമ്മൾ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ചെറിയ ഉള്ളി ഒരു 5-6 ചെറിയ ഉള്ളി എടുത്ത് അത് അരിഞ്ഞ് അതിലേക്ക് ഇട്ടതിന് ശേഷം അതൊന്ന് മൂത്ത് വരുമ്പോൾ കുറച്ച് കറിവേപ്പില ഇടുക. കറിവേപ്പില ഇട്ടതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പയർ നമ്മൾ പച്ച കളർ തന്നെ നമുക്ക് വെന്ത് കഴിഞ്ഞാലും ഇരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കുട്ടി ഹാക്കാട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം പയർ ഇടുക. എന്നിട്ട് ഒന്ന് ഇളക്കി മറിച്ച് ആവിയിൽ വെള്ളമൊന്നും ഒഴിക്കാതെ അടച്ച് വെച്ച് വേവിക്കുക. ചെറിയ തീയിൽ അടച്ച് വെച്ച് വേവിക്കുക. പെട്ടെന്ന് ആയി കിട്ടും. അതൊക്കെയാണ് പെട്ടെന്ന് നമുക്ക് തട്ടിക്കൂട്ടാൻ പറ്റുന്ന കറികളെന്ന് പറയണത്. അങ്ങനെയുള്ള ചെറിയ മോര് കാച്ചിയതോ മോര് കറിയോ അതുപോലെ തന്നെ മുട്ട വറുത്തതോ അതുപോലെ മുളകോശം പോലത്തെ കറികളോ അങ്ങനത്തെ കറികളൊക്കെ വയ്ക്കുമ്പോൾ പെട്ടെന്ന് കുട്ടികൾക്ക് സ്കൂളിലേക്ക് കൊടുത്തു വിടാനൊക്കെ ആയിട്ട് നമുക്ക് പറ്റും. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ സാമ്പാറൊക്കെ വയ്ക്കണമെങ്കിൽ അതിൻ്റെ കുറേ കാര്യങ്ങൾ ഘട്ടങ്ങൾ കഴിഞ്ഞിട്ടാണല്ലോ, പെട്ടെന്ന് അവർക്ക് കൊടുത്തു വിടാൻ പറ്റില്ല. ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി കൊടുക്കുക, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെയാണ് ഒരു ട്രിക്കി ആയിട്ട് നമുക്ക് സ്കൂളിൽ പോണ കുട്ടികൾക്ക് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. പ്രത്യേകിച്ച് ദുബായിലൊക്കെ 6:30 സമയത്ത് കുട്ടികൾക്ക് സ്കൂൾ ബസ് വരും. അതിനുള്ളിൽ കുട്ടികൾക്ക് വേഗം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണ്ടേ. അതിനായിട്ടത് എങ്ങനെ ചെയ്താൽ മതി കേട്ടോ. വേവിക്കുമ്പോൾ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് വറ്റൽമുളകിൻ്റെ ക്രഷ്ഡ് ചില്ലിയില്ലേ, അത് ഉപയോഗിച്ചിട്ടാണ് പയറിലേക്കുള്ള മുളക് എന്ന് പറയുന്നത് അതാണ് കേട്ടോ. സിമ്പിളായിട്ടുള്ളൊരു മോരുകറിയും പിന്നെ പയറുപ്പേരിയാണ് ഞാൻ എൻ്റെ മോന് ഇന്ന് സ്കൂളിലേക്കായിട്ട് കൊടുത്തു വിടുന്നത്.
ഞാൻ ഇവിടെ വന്നപ്പോൾ വിചാരിച്ചിരുന്നു കേട്ടോ, എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 6:30 കുട്ടികൾക്ക് സ്കൂളിലേക്കൊക്കെ വിടുമ്പോൾ കുഞ്ഞു കുട്ടികളൊക്കെ എങ്ങനെ അവരൊക്കെ മാനേജ് ചെയ്ത് പോകണമെന്ന്. പക്ഷേ ഇവിടുത്തെ കുട്ടികളൊക്കെ വളരെ സിമ്പിളായിട്ട് 6:30 സ്കൂളിൽ പോലും ഭയങ്കര ഇൻട്രസ്റ്റോടു കൂടി പോലൊക്കെ ചെയ്യും. എനിക്ക് ശരിക്കും ഭയങ്കര സർപ്രൈസിങ് ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു കേട്ടോ, ഇത്രയും നേരത്തെ കുട്ടികൾ സ്കൂളിൽ പോകുക എന്നുള്ള കാര്യമൊക്കെ. നമ്മളേക്കാളും പെട്ടെന്ന് ജീവിത സാഹചര്യമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റണത് കുട്ടികൾക്ക് മാത്രമാണ് കേട്ടോ. ഞാൻ എൻ്റെ മോനെ 7th പഠിക്കുമ്പോഴാണ് ഇവിടെ സ്കൂളിൽ ചേർത്തിയത്, അതായത് ദുബായിൽ ചേർത്തിയത്. അപ്പോൾ ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട് മോൻ അഡ്ജസ്റ്റഡ് ആവുമെന്ന്. പക്ഷേ ഇപ്പോൾ അവന് തിരിച്ച് നാട്ടിലേക്ക് പഠിക്കാനായിട്ട് വരിക എന്ന് പറയുന്നത് അത്ര ഇഷ്ടമുള്ള കാര്യമല്ല. ഇവിടെ പഠിച്ച് ഇവിടുത്തെ സാഹചര്യങ്ങളൊക്കെ ആയിട്ട് ഇഷ്ടപ്പെട്ട് പോകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവൻ ഇവിടെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എനിക്കത് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ്റെ അമ്മയുടെ കൂടെ വളർന്ന് ജീവിക്കുക എന്നൊക്കെ പറയണത് ഭയങ്കര ഒരു ഭാഗ്യമുള്ളൊരു കാര്യമല്ല. ഞങ്ങൾക്ക് കുറേ വർഷങ്ങൾ നഷ്ടപ്പെട്ട ആൾക്കാരെ ഞങ്ങൾ ഇപ്പോഴാണ് ഞങ്ങൾ ആ ഒരു ലൈഫ് ഞങ്ങൾ എൻജോയ് ചെയ്യണത്. ഞാൻ പറയുന്നതിൻ്റെ ഇടയ്ക്ക് എൻ്റെ മോന് കൊടുക്കാനുള്ള മുട്ടയൊക്കെ വറുത്ത് കഴിഞ്ഞു കേട്ടോ. മുട്ട വറുക്കാനായിട്ട് ഞാനൊന്നും ചെയ്തില്ല. മുട്ടയിൽ കുറച്ച് പാല്, ഉപ്പ് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് കുത്തിപ്പൊരിക്കുക ചെയ്തത്. അത് എല്ലാം ഫ്രൈ ആയി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ മുളക് പൊടിയും പിന്നെ പെപ്പറൊക്കെ ആഡ് ചെയ്തത് കേട്ടോ. നേരത്തെ തന്നെ ഞാൻ നിങ്ങളുടെ അടുത്ത് മോര് കൂട്ടാൻ്റെ ഇൻഗ്രീഡിയൻസ് പറഞ്ഞ കാരണം എനിക്ക് ഇനി ഇത് വിശദീകരിക്കേണ്ട ആവശ്യമില്ല, എല്ലാ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞു ഓൾറെഡി. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം പാക്ക് ചെയ്ത് എൻ്റെ മോന് കൊടുക്കണം. ആദ്യം തന്നെ ഞാനത് ചൂടാറാൻ വയ്ക്കും, അതിനുശേഷം അവൻ്റെ പാത്രങ്ങളിലാക്കി വയ്ക്കും കേട്ടോ. അപ്പോൾ സാധാരണ അവർക്ക് ബ്രേക്ക് ടൈം എന്ന് പറയുന്നത് സ്കൂള് 7:30 സ്കൂൾ സ്റ്റാർട്ട് ചെയ്യും. ബ്രേക്ക് ടൈം എന്ന് പറയുന്നത് അവന് 10 മണിക്കും 12 മണിക്കാണ്. 10 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റും 12 മണിക്ക് ലഞ്ചുമാണ് കഴിക്കുന്നത്. അപ്പോൾ ഇതിന് രണ്ടിനുമുള്ള കുറേ സമയം ഇരുന്ന് കഴിക്കാൻ ഉള്ള ഭക്ഷണം അവർക്ക് കൊടുക്കാൻ പാടില്ല. കാരണം വെച്ചാൽ അത്രയും ടൈമില്ല, 10 മിനിറ്റും 15 മിനിറ്റൊക്കെ ഉള്ളൂ ഇതിൻ്റെ ഇടയിലുള്ള സമയം എന്ന് പറയുന്നത്. അപ്പോൾ ആ സമയത്ത് കഴിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മൾ കൊടുക്കുള്ളൂ. അപ്പോൾ മോൻ്റെ ചോറൊക്കെ ചൂടാറി കേട്ടോ. അപ്പോൾ ഞാൻ പാത്രത്തിലേക്ക് എല്ലാം ആക്കി കഴിഞ്ഞു. ഇനി ഇതിന് സ്കൂളിലേക്ക് ഇനി കൊണ്ടുപോയാൽ മതി. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് നല്ല ഇതുപോലെ ആയിട്ടുള്ള ലഞ്ച് ബോക്സൊക്കെ ആയിട്ടുള്ളൊരു വിശേഷങ്ങൾ കാണാം. ബൈ.